ആലുവയിൽ വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ തന്നെ വ്യക്തമായ മുൻതൂക്കമുണ്ട് UDF സ്ഥാനാർത്ഥി അൻവർ സാദത്തിന്. ആലുവയിൽ ഇക്കുറിയും വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട. CPM അവിടെ വലിയ പ്രതീക്ഷയോടെ അവതരിപ്പിച്ച LDF സ്ഥാനാർത്ഥി AM ആരിഫിന് കാര്യമായ ഒരു ചെറുത്തുനിൽപ്പ് പോലും സാധ്യമല്ലെന്ന് ഫലസൂചനകൾ പറയുന്നുണ്ട്. കഴിഞ്ഞ 3 ടൈമിലും അൻവർ സാദത്തിനെതിരെ മാറി മാറി മുഖങ്ങളെ CPM അവതരിപ്പിച്ചുവെങ്കിലും നിലം തൊട്ടില്ല. ഇക്കുറി CPM ഇറക്കിയത് മുൻ MPയും MLAയും ഒക്കെയായ AM ആരിഫിനെ. ആലപ്പുഴ സ്വദേശിയായ ആരിഫിനെ ആലുവയിൽ അവതരിപ്പിക്കുമ്പോൾ അട്ടിമറികൾ CPM പോലും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വെറും പ്രഹസനമായി ആരിഫിന്റെ സ്ഥാനാർത്ഥിത്വം മാറിയെന്ന് പറയേണ്ടി വരും. എറണാകുളം ജില്ലയിലെ UDF ഉരുക്കുകോട്ടകളിൽ ഒന്നാണ് ആലുവ. ഇക്കുറി മന്ത്രിസ്ഥാനം അൻവർ സാദത്ത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് അന്തിമ ഫലസൂചന പുറത്തു വരുമ്പോൾ കുറഞ്ഞത് 20,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അൻവർ സാദത്ത് വിജയിക്കുമെന്ന് ഉറപ്പിക്കാം. വോട്ടെണ്ണലിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ വിജയമുറപ്പിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അൻവർ സാദത്തിന് ആലപ്പുഴയ്ക്കുള്ള ടിക്കറ്റ് എടുത്തു നൽകി കഴിഞ്ഞു. ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തിയാണ് ഇന്ന് രാവിലെ 11-ന് ശേഷമുള്ള ട്രെയിനിൽ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ ആരിഫിന് ടിക്കറ്റ് എടുത്തു നൽകിയത്. ആരിഫ് ആലുവക്കാരനല്ലെന്നും ആലപ്പുഴക്കാരനാണെന്നും അടിവരയിടുന്നതായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിനോട് വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയ ആരിഫ് ഭാഗ്യപരീക്ഷണം എന്ന നിലയിലാണ് ആലുവയിലെത്തിയത്. എന്തായാലും ആരിഫിന് ടിക്കറ്റ് എടുത്ത് നൽകിയ യൂത്ത് കോൺഗ്രസിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരാലപ്പുഴ 11 മണിക്ക് ശേഷമുള്ള ട്രെയിൻ ആരിഫ് കാ കൊടുക്കാനാ. അപ്പൊ പേ ചെയ്യണ്ട പേരടിക്കാൻ പറ്റില്ല. ആരിഫിനുള്ള ടിക്കറ്റ് നാളത്തേക്ക്. ഓക്കെ, ആലപ്പുഴക്ക് നാളെ വൈകിട്ട് 3 മണിക്ക് ആരിഫിനുള്ള ടിക്കറ്റ്. അപ്പൊ നാളെ നമ്മൾ ആ ടിക്കറ്റ് അവിടെ കൊണ്ടുപോയി ആരിഫിന് കൊടുത്താൽ അതിനായിട്ട് വീട്ടിൽ പോകും.